സൗദി അറേബ്യയിലുള്ള മലയാളികളായിട്ടുള്ള ഹൗസ് ഡ്രൈവർമാർ ഇതിനുള്ള മറുപടി കൊടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. കാര്യം എന്താണെന്നുള്ളത് കണ്ടു നോക്കിക്കൂ. ഈ അവലക്കുട്ടിയാണ് ചാണകത്തിനെ താങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് തേഞ്ഞൊട്ടി ഓടിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? പോസ്റ്റ് ഈ താഴെ കാണുന്നത് ലോകത്തിലെ 2 സ്കൂളിലെ യൂണിഫോമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യയിൽ ഇങ്ങ് താഴെ കിടക്കുന്ന ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിനകത്തെ ഒരു സ്കൂളിലെ പെൺകുട്ടി. അതൊരു AI നിർമ്മിത ഫോട്ടോയാണ് കേട്ടോ. പെൺകുട്ടി അവിടെ നിന്നിട്ട് മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് പർദ്ദയിട്ട ഒരു രൂപത്തെ. ചുറ്റും നിന്നുള്ള കുട്ടികൾ കളിയാക്കുന്നത് കൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പെൺകുട്ടി യൂണിഫോം ഇട്ടുകൊണ്ട് വരികയാണ്. ആ കുട്ടിയുടെ കഷ്ടപ്പാടിനെ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഫോട്ടോ അത് അങ്ങ് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നിട്ടുള്ള സ്കൂളിലെ യൂണിഫോമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ സൗദി അറേബ്യയിലെ ആണെന്ന് പറഞ്ഞ് പുള്ളി കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ പുള്ളി 2 എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതിനകത്തെ വസ്ത്രധാരണം, രണ്ടാമത് തലയിലിട്ടിരിക്കുന്ന തുണി, അതായത് ഹിജാബ്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ് പുള്ളി ആ ഒരു പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത്. എന്ത് ചെയ്യാനാ, പോസ്റ്റ് അങ്ങോട്ട് ഇട്ട് പുള്ളി തിരിഞ്ഞില്ല. അതിനിപ്പുറം അടിച്ച് അണ്ണാക്കി കൊടുത്തുകൊണ്ട് കമന്റ് വന്നിട്ട് ഈ അണ്ണൻ ചോദിച്ചേക്കാണ്, അണ്ണ ഒരു പോസ്റ്റ് ഒക്കെ ഇടുന്നതിന് മുമ്പ് നോക്കണ്ടേ, ഈ പോസ്റ്റ് സിംഗപ്പൂരിലെ ഏതോ സ്കൂളിലെ ഫോട്ടോയാണല്ലോ, അതെന്നെ അണ്ണ ഇവിടെ ഇട്ടേക്കുന്നതെന്ന്. അണ്ണൻ ഉടനെ തന്നെ അണ്ണന് കിട്ടിയ ആ സോഴ്സ് വെളിപ്പെടുത്തി. ഏതാണെന്ന് അറിയണ്ടേ? ഗൂഗിളിൽ ചെന്നിട്ട് സ്കൂൾ യൂണിഫോം ഇൻ റിയാദ് അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കിട്ടിയ ഒരു ഫോട്ടോയാണ്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. എന്നാ എൻ്റെ പൊന്നണ്ണ, അതിനകത്ത് കയറിയിട്ട് ആരാ ഫോട്ടോ പിൻ ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ എങ്കിലും നോക്കണ്ടേ? ഇതൊന്നുമില്ലാണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് പൊട്ടങ്ങോണാപ്പാ, നിന്റെ തലയ്ക്കകത്ത് ചാണകം മാത്രമേ ഉള്ളൂ. നീ അവിടെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അവരെ താങ്ങാനും അവരുടെ തെറി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടക്കുക എന്ന് എല്ലാവർക്കും അറിയാം. മിണ്ടാതെ ആ മൂലയ്ക്ക് ആ PC എണ്ണനൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുക, ഒരവസരം കിട്ടാനായിട്ട് നോക്കിയിരിക്കുക, അല്ലാതെ എല്ലാത്തിലൊന്നും പുള്ളി കയറി ഇടപെടുന്നില്ല. അതുപോലെ മിണ്ടാതെ ആ മൂലയ്ക്ക് എങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ വല്ല ഗവർണറുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, അല്ലാതെ ചുമ്മാ തേഞ്ഞൊട്ടി എന്തിനാ മരിച്ചുപോയ വാപ്പാനെയൊക്കെ കേൾപ്പിക്കുന്നത്? ആ മൂലയ്ക്കൂടെ എങ്ങാനും അവരുടെയൊക്കെ ആ എച്ചിൽ തിന്നങ്ങ് ജീവിച്ച് പോടാ നാറിയൊന്ന്.